ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഉത്തമനായ ഒരു രക്ഷിതാവ്, ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ്, ഇവരുടെയൊക്കെ ഗുണങ്ങളെ സംബന്ധിച്ച് പറയാനാണ്. ഒരു ഉത്തമനായ പിതാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള ആളായിരിക്കും ഒരു ഉത്തമനായിട്ടുള്ള, ഒരു സ്വാലിഹായിട്ടുള്ള രക്ഷിതാവ്. ഒരു മുസ്ലിമായിട്ടുള്ള പിതാവ്, ഒരു സ്വാലിഹായിട്ടുള്ള പിതാവ് വളരെ പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാം, അതെല്ലാം നമ്പറിട്ട് ക്രമപ്രകാരം എഴുതുകയാണെങ്കിൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നാമത്തെ നമ്പറായി തന്നെ പറയേണ്ടതായിട്ടുള്ള സംഗതികളാണ്. അത്രമാത്രം ഓരോന്നിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ മാതാവ് ഈ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയത്തിൽ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ, പരിപാലിക്കുന്ന കാര്യത്തിൽ, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും മാതാവിനെ സഹായിക്കുക എന്നുള്ളത് ഒരു പിതാവിൻ്റെ ഉത്തമമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗുണത്തിൽപ്പെട്ടതാണ്. മാതാവിനെ സഹായിക്കണം കുട്ടികളെ വളർത്തുന്നതിലും, കുട്ടികളെ പരിപാലിക്കുന്നതിലും, കുട്ടികളുടെ പഠനത്തിലും, നല്ല സ്വഭാവ രൂപീകരണത്തിലുമൊക്കെ. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു പിതാവ് മാതാവിനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്. മറ്റൊന്ന്, മക്കളുടെ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ആ മക്കളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറക്കുന്നവനായിരിക്കണം ഒരു പിതാവ്. അങ്ങനെയുള്ള ഒരു പിതാവിനാണ് ഉത്തമനായിട്ടുള്ള പിതാവാകാൻ വേണ്ടിയിട്ട് കഴിയുക. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കുട്ടികൾക്ക് സങ്കടങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും. അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ആ സങ്കടങ്ങൾക്ക് പകരം, ആ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് പകരം അവരുടെ മനസ്സിനകത്ത് സന്തോഷം നിറക്കാൻ, സന്തോഷം വിതക്കാൻ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഉത്തമനായ ഒരു പിതാവ് എന്ന് മനസ്സിലാക്കുക. മക്കൾക്ക് നല്ല നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ഒക്കെ നൽകേണ്ടതുണ്ട്. ഇസ്ലാമിൽ നസീഹത്ത് എന്ന് പറയും. നസീഹത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഈ കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ നൽകുന്ന ഉപദേശങ്ങൾക്കാണ് നസീഹത്ത് എന്ന് പറയുക. കുട്ടികൾക്ക് നൽകുമ്പോൾ ആ രൂപത്തിലാണ് അതിൻ്റെ ഒരർത്ഥം. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടുകൂടെ സ്നേഹോപദേശങ്ങൾ, അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മക്കും പുരോഗതിക്കുമുള്ള, അവരുടെ ഇഹപര വിജയങ്ങൾക്കുള്ള സ്നേഹോപദേശങ്ങൾ നൽകുന്ന ആളായിരിക്കണം. അത് എങ്ങനെ നൽകണം? അത് വളരെ ഹിക്മത്തോടുകൂടെ, യുക്തിഭദ്രമായി കൊണ്ട് ആ സ്നേഹോപദേശങ്ങൾ നൽകാൻ കഴിവുള്ളവനായിരിക്കണം ഒരു രക്ഷിതാവ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പല പ്രവർത്തനങ്ങളുണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികളുടെ കളികൾ, കുട്ടികളുടെ വിനോദങ്ങൾ. അപ്പോൾ അത്തരം സംഗതികളിലൊക്കെ ഒരു പിതാവും ചില സന്ദർഭങ്ങളിൽ എങ്കിലും പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കുട്ടികൾ ഒരു കളി കളിക്കാൻ, ആ കളിയെ ഒരുപക്ഷെ അത് അമിതമാകാത്ത രൂപത്തിൽ കുട്ടികളുടെ നന്മക്കുതകുന്ന കളികൾ സമയമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കളി ഒക്കെ കളിക്കുന്ന സന്ദർഭത്തിൽ ആ കളിയിൽ ഒരു പങ്കാളിയാവുക എങ്കിൽ ആ കുട്ടികൾക്ക് ആ പിതാവിനോട് വളരെ സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ടാവും. അതോടൊപ്പം ആ നല്ല കളിയുടെ നല്ല വശങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക.
അപ്പോൾ കുട്ടികൾ, ഞാൻ വിചാരിക്കും ഈ പിതാവിനെ സംബന്ധിച്ച്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ പിതാവ് എന്നെ ഞങ്ങളെയൊക്കെ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന ആ കുട്ടി മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഒരു നല്ല രക്ഷിതാവിൻ്റെ അനിവാര്യമായ ഗുണമാണ് മക്കൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു രക്ഷിതാവ് തൻ്റെ മക്കളോട് പുലർത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് പാലിക്കുന്നവനായിരിക്കും നല്ലൊരു രക്ഷിതാവ്. അപ്പം മക്കൾക്കിടയിൽ നീതി കാണിക്കണം. പ്രത്യേകിച്ച് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകുമ്പോൾ എല്ലാ അർത്ഥത്തിലും അവർക്കിടയിൽ ഒരു നീതി പാലിക്കാൻ രക്ഷിതാവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹുൽ ബുഖാരി അതിലൊരു അധ്യായം തന്നെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ബാബുൽ ഹിബത്തിലിൽ വലദി വഇദാ അഅതാ ബഅല വലദിഹി ഷൈഅൻ ലം യജുസ് ഹത്താ യഅദില ബൈനഹും വയുഅതിയൽ ആഖരീന മിസ്ലഹു വലാ യുഷ്ഹദു അലൈഹി. അതായത് സന്താനങ്ങൾക്ക് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ നൽകുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം. എന്നിട്ട് ഈ അധ്യായം അതിൻ്റെ ആ തലക്കെട്ട് തന്നെ വളരെ നീളം കൂടിയതാണ്. എന്താ പറയുന്നത്? ഇതാ ആഴ്ത്ത ബാല വലതി ഷൈൻ ലം യജുസ്, സന്താനങ്ങളിൽ ചില മക്കൾക്ക് മാത്രം ഇങ്ങനെ ഈ പാരിതോഷികങ്ങൾ നൽകുക എന്നുള്ളത് അനുവദനീയമല്ല. ഹത്തായ അദില ബൈനഹും വയോത്തിയൽ ആഖരീന മിഥലഹു, ഒരു കുട്ടിക്ക് നൽകിയതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും നൽകുക. അങ്ങനെ അവർക്കിടയിൽ നീതി പാലിക്കുന്നത് വരെ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഏതാനും കുട്ടികൾക്കോ മാത്രമോ നൽകുക എന്നുള്ളത് അത് അനുവദനീയമല്ല. വലാ യുഷ്ഹദ് അലൈഹി, അങ്ങനെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഏതാനും കുട്ടികൾക്കോ സമ്മാനങ്ങൾ നൽകി അതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. വഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ട് ഒരു നബിവചനം കൊടുക്കാൻ: യഅദിലു ബൈന ഔലാദികും ഫിൽ അതിയ്യ. നിങ്ങൾ ഈ സമ്മാനങ്ങൾ, പാരിതോഷികങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് നൽകുമ്പോൾ കുട്ടികൾക്കിടയിൽ നീതി പാലിക്കണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ തുല്യമായിട്ട് മക്കൾക്കിടയിൽ അത് വീതിച്ച് നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഈ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ഒരു കുട്ടി ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടിയാണ്, ശാരീരികമായിട്ടുള്ള പരിമിതികളുള്ള കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും അമിതമായിട്ട് അല്പം അധികം കൊടുക്കുക എന്നുള്ളത് മറ്റു കുട്ടികളെ മനസ്സിലായിക്കൊണ്ട് തന്നെ കൊടുക്കുക എന്നുള്ളത് വിരോധിക്കപ്പെട്ട കാര്യമല്ല എന്നുകൂടെ നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും മക്കൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സമ്മാനദാനം, ആ രൂപത്തിൽ ഒരു സ്നേഹപ്രകടനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു രക്ഷിതാവ് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഉത്തമനായിട്ടുള്ള രക്ഷിതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിപ്രധാനമായൊരു കാര്യമാണ് അദ്ദേഹം മാതൃകയായിരിക്കണം. തൻ്റെ മക്കൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല മാതൃകയായിട്ട് ആ രക്ഷിതാവ് മാറണം. നല്ല മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപദേശത്തിൽ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തുള്ള സ്വഭാവ രീതികൾ, പെരുമാറ്റങ്ങൾ, വീടിന് വെളിയിലുള്ള സംഗതികളിലൊക്കെ തൻ്റെ മക്കൾക്ക് മാതൃകയാക്കാവുന്ന നല്ല ഒരു മാതൃകയാകാൻ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല മാതൃകയായാൽ മാത്രമേ തൻ്റെ മക്കൾക്ക് ഒരു ശരിയായിട്ടുള്ള ശിക്ഷണം നൽകി വളർത്തുന്നതിൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു നല്ല രക്ഷിതാവ് തൻ്റെ മക്കളുടെ ഭാവിയിൽ അത് ഫിത്ന ഉണ്ടാകേക്കാം എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? തൻ്റെ മക്കൾ നല്ല മക്കളായി തീരുവാനും ആ രൂപത്തിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർറിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. പരിശുദ്ധ ഖുർആനിലെ സൂറ ആലു ഇമ്രാനിലെ 38-ാമത്തെ വചനമാണ്. എന്ന് പറഞ്ഞാൽ, റബ്ബേ എനിക്ക് നിൻ്റെ അടുക്കൽ നിന്നുള്ള വിശിഷ്ടമായ സന്താനങ്ങൾ പ്രദാനം ചെയ്യണമേ. ദുർറിയത്തൻ തയ്യിബ എന്ന് പറഞ്ഞാൽ ഫിത്ന,
ധാരാളം കുഴപ്പങ്ങളും പിന്നെ ചീത്ത പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സന്താനങ്ങളല്ല, മറിച്ച് നല്ലവരായിട്ടുള്ള സന്താനങ്ങളെ പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ അതിനുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മക്കളോട് രക്ഷിതാവ് എന്ത് ചെയ്യണം? സംസാരിക്കണം. ഒരു ഉത്തമനായ രക്ഷിതാവിൻ്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഗുണമാണ് തൻ്റെ മക്കളോട് പ്രധാനപ്പെട്ട സംഗതികളിൽ കൂടിയാലോചിക്കുക എന്നുള്ളത്. അത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇപ്പോൾ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളോട് നൽകുന്ന ഒരു ഉപദേശം ഉണ്ടല്ലോ, ഒരു ചോദ്യമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹത്തിന് മരണം ആസന്നമായ സന്ദർഭത്തിൽ ഇത് കാലലി ബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹം വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. 2-ാം അധ്യായം 133. ആ ആയത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ മക്കളൊക്കെ ഏകദൈവ വിശ്വാസികൾ, കറകളഞ്ഞ തൗഹീദിൻ്റെ വക്താക്കളായി മാറണം എന്നുള്ള ആ ഒരു ചിന്ത, അവർ ശരിയായ മുസ്ലിങ്ങളായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം എന്ന് മാത്രമല്ല, അവരോട് മരണസമയത്ത് പോലും അവരുടെ നന്മക്ക് ഉപകരിക്കുന്ന, മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ശരിയായ രൂപത്തിലുള്ള ഒരു ജീവിതമുണ്ടാകാൻ വേണ്ടി അവർക്കുള്ള ഒരു വസീയത്ത്, ഇതൊക്കെയാണ് ഒരു നൽകുന്ന ഒരാളായിരിക്കും നല്ലൊരു രക്ഷിതാവ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മക്കളോട് അവർ കുറച്ചൊക്കെ പ്രായമുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ചെറിയ കുട്ടികൾ മാത്രമല്ല, ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ കുറച്ച് വലുതായാലും അവരോടൊക്കെ സ്നേഹവും കാരുണ്യവും കാണിക്കുക. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഇപ്പോൾ ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വ യഅരിഫ് ശറഫ കബീറനാ. അതായത് പിന്നെ ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊടുക്കുന്ന ഒരു വചനമാണത്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ. അതായത് ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാ. അപ്പോൾ ചെറിയ കുട്ടികളോടൊക്കെ എന്ത് ചെയ്യുക? കാരുണ്യത്തോടു കൂടെ നിലകൊള്ളുക. ഈ ഹദീസിൻ്റെ ബാക്കിയിൽ പറയുന്നത് യഅരിഫ് ശറഫ കബീരിന എന്നാ. മുതിർന്നവരുടെ മാന്യതയും ആദരവും അറിയാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്നാ. എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവരെ ബഹുമാനിക്കാനും ആദരിക്കാനും തയ്യാറാകണം എന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് മക്കളോട് കാരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നിലകൊള്ളണം. അത് ചെറിയ മക്കളാകുന്ന ഘട്ടത്തിൽ മാത്രമല്ല, അല്പം മുതിർന്നാലൊക്കെ സ്നേഹവും കാരുണ്യമൊക്കെ കാണിക്കണം. ഹദീസിൻ്റെ ഹദീസിൽ ആ കാര്യങ്ങൾ പലപ്പോഴും പിന്നെ ധാരാളമായിട്ട് വന്നിട്ടുള്ള സംഗതിയാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിന്നെ മകളുടെ മകനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ച സംഭവങ്ങൾ. ആ ചുംബിക്കുന്ന ഘട്ടത്തിൽ പ്രമുഖനായിട്ടുള്ള അഖ്റ ഇബ്നു ഹാബിസ തമീമി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഇന്നലി ആശറത്തം മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, ഞാൻ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹ് അദ്ദേഹത്തിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാല മൻ ലാ യർഹമു ലാ യുർഹം. സഹീഹുൽ ബുഖാരിയിൽ 5997 വചനമാണ്. അതായത് കരുണ ചെയ്യാത്തവനോട് കരുണ ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, മക്കളെയൊക്കെ ചുംബിക്കുക, പിന്നെ അവരോട് സ്നേഹത്തോടുകൂടെ നിലകൊള്ളുക, അതൊക്കെ ഒരു നല്ല രക്ഷിതാവിൻ്റെ ഗുണം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, മക്കളുടെ പല കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? പിന്നെ ഇടപെടാൻ വേണ്ടി കഴിയണം. മക്കളുടെ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ആ കുട്ടികളോടൊപ്പം അവരുടെ കളികൾ നിങ്ങൾ നോക്കൂ. അള്ളാഹിൻ്റെ റസൂല് നമസ്കരിക്കുമ്പോൾ പോലും പ്രവാചകൻ്റെ പുത്രിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി ഉമാമ എന്ന് പറയും, ആ കുട്ടിയെ എടുത്തുകൊണ്ട് നമസ്കരിക്കുമായിരുന്നതാണ്. റസൂലുള്ളാഹി ചിലപ്പോൾ ആനയായി കളിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് സഹാബികൾ പിന്നെ ചിലപ്പോൾ നബിയെ കാണുന്നത് എങ്ങനെയാ? റസൂലുള്ളാഹിൻ്റെ പുറത്ത് കുട്ടികൾ ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിൻ്റെ മടിയിൽ അവിടുത്തെ പേരക്കുട്ടികൾ മൂത്രമൊഴിച്ച സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കുട്ടികളോടുള്ള ഒരു ഇടപഴകൽ,
അത് വളരെ പ്രധാനമാണ് എന്ന് അറിയുക. കുട്ടികൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മൾ നടയെ സൂചിപ്പിച്ചു, അവർ ഏകദൈവ വിശ്വാസികളായി മാറാൻ. ഇത് കാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കാൻ, റബ്ബേ ഈ നാടിനെ നീ നിർഭയത്വം നിറഞ്ഞിട്ടുള്ള ഒരു നാടാക്കി മാറ്റണമേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റുകയും ചെയ്യണമേ എന്നുള്ളത്. സഹോദരങ്ങളെ, ഒരു ഉത്തമനായിട്ടുള്ള രക്ഷിതാവിനുള്ള ഒട്ടനേകം ഗുണങ്ങളുണ്ട്. അതിലേതാനും കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരാളാണ് ഒരു സ്വാലിഹായ, മുസ്ലിമായ സ്വാലിഹായിട്ടുള്ള പിതാവ് എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഇവിടെ ഉണർത്താൻ ഉള്ളത്, മക്കളുടെ തിന്മ കണ്ടു കഴിഞ്ഞാൽ, മക്കളടുത്ത് തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ അത് ഹിക്മത്തോടുകൂടെ, അത് വളരെ സ്നേഹത്തോടുകൂടെ അവരെ ഉപദേശിച്ച് ആ തെറ്റിൽ നിന്ന് തടുക്കുകയും അവരെ നല്ല വഴിയിൽ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.